ഹലോ നമസ്കാരം ഗായ്സ്. ഞാൻ ഇന്ന് എൻ്റെ കൃഷികളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇപ്പോൾ ഞാൻ നട്ട കൃഷികളാണ് എൻ്റേത്. ചെറിയൊരു കൃഷിയിടമാണ് ഇത്. കുക്കമ്പറാണ്. ഏകദേശം വള്ളി വീശി തുടങ്ങി. നാളെ ഇതിനൊരു പന്തലിട്ട് കൊടുക്കണം. ഏകദേശം സ്നോ വൈറ്റ് കുക്കമ്പറാണ്. സ്നോ വൈറ്റും ഉണ്ട്, സാധാ കുക്കമ്പറും ഉണ്ട്. സ്നോ വൈറ്റ് നല്ല വിളവ്, ഞാൻ മുന്നേ കൃഷി ചെയ്തിട്ട് സ്നോ വൈറ്റ് നല്ല ടേസ്റ്റും നല്ല വിളവും തന്നിരുന്നു. ഇവിടെ എൻ്റെ റെയിൻബോ കോൺ കൃഷി ചെയ്ത സ്ഥലമായിരുന്നു. അപ്പോൾ അത് വിളവ് കഴിഞ്ഞതിന് മുന്നേ തന്നെ ഞാൻ കുക്കമ്പർ നട്ടിരുന്നു. അപ്പോൾ അവിടെയാണ് കുക്കമ്പർ കൃഷി കണ്ടോ. അപ്പോൾ ആ റെയിൻബോ കോണിൻ്റെ അതിമ്മക്കൂടെ തന്നെയാണ് കുക്കമ്പർ ഞാൻ വള്ളി കയറ്റിയത്. ഇനി ഒരു പന്തലിട്ട് കൊടുക്കണം. ഇതെൻ്റെ തക്കാളി ചെടി. ഒരു 4-5 തൈ തക്കാളി ഉണ്ട്. ഏകദേശം നല്ല വിളവായിക്കൊണ്ടിരിക്കുന്നു. ഇത് ഹൈബ്രിഡ് തൈ എന്ന് പറഞ്ഞു, പക്ഷെ നല്ല ഉഷാറായിട്ട് കൊലയായിട്ടുണ്ടാകും കണ്ടോ. നല്ല കൊലയായിട്ട് കായ്ച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റാർട്ടായിട്ടുള്ളൂ, വിളവൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ കായ്ച്ചുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ, തുടങ്ങിയിട്ടുള്ളൂ കണ്ടോ. ഇതൊക്കെ ഓരോ കൊലയായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്, തുടങ്ങിയിട്ടുള്ളൂ. ഫസ്റ്റ് കായ്കളാണിത്. അപ്പോൾ തക്കാളി ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് നല്ല വിളവാണ് കിട്ടിയത്. അതുപോലെ കിട്ടും തോന്നുന്നു, കാരണം ഇനി തണുപ്പ് സ്റ്റാർട്ടാകല്ലോ. പിന്നെ ഇത് ചീര. ഇത് നാളെ വിളവെടുക്കണമെന്ന് കരുതുന്ന ചീര. ഏകദേശം മൂന്ന് തിണ്ടുണ്ട്, 3 ഇതുണ്ട്, 3 തടം ചീര ഉണ്ട്. ഏകദേശം നാളെ വിളവെടുക്കണം കരുതുന്നു. ഇത് പിന്നെ എൻ്റെ റെയിൻബോ കോൺ ഇന്ന് വിളവെടുത്ത് ലാസ്റ്റ് വിളവെടുപ്പ് കഴിഞ്ഞു. റെയിൻബോ കോൺ നട്ട ഇതിൽ തന്നെയാണ് ചീര നട്ടത്. കാരണം നമുക്ക് ഒരു നനയിൽ രണ്ടും കിട്ടും. നമുക്ക് റെയിൻബോ കോൺ നനച്ച് കഴിഞ്ഞാൽ ചീരയും നനയും. അപ്പോൾ പിന്നെ അതിനായിട്ട് പ്രത്യേകത ഇത് വേണ്ട. ഇതെൻ്റെ ഒരു പുതിയൊരു പയർ കൃഷിയാണ്. കാരണം അവ വേറെ സ്ഥലത്ത് പയർ കഴിഞ്ഞു, അപ്പോൾ ഇവിടെ പറിക്കാറായി. അപ്പോൾ നമ്മൾ പയർ കൃഷി ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് ചെയ്യുക. ഞാൻ കുറച്ചേ ചെയ്യാറുള്ളൂ, വീട്ടിലേക്ക് ആവശ്യമായത്. ഒരു സ്ഥലത്ത് കഴിയുമ്പോൾ ഒരു സ്ഥലത്ത് നമുക്ക് എന്നും പയറുണ്ടാവും എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഇപ്പോൾ ഇത് അവിടെ കഴിഞ്ഞപ്പോൾ ഇത് പറിക്കാറായി കണ്ടോ. ഇത് ഫസ്റ്റ് പറിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് നാളെ പറിക്കണം എന്ന് കരുതുന്നുണ്ട്. തത്തമ്മൻ്റെ ശല്യമുണ്ട്, അതുകൊണ്ട് വേഗം പറിച്ച് കഴിക്കണം എന്ന് കരുതുന്നുണ്ട്. കാരണം കുറച്ച് ചെറിയ പയറിന് തോട്ടം, ഒരു 10-20 മരട് കണ്ടോ. നല്ല ഉഷാറായി കായ് തുടങ്ങി കണ്ടോ. നല്ല കായ് ഫലം ഉണ്ട്. നല്ല പച്ചപ്പയറാണ്, നല്ല നീളം പയറാണ്, മീറ്റർ പയറാണ്. ഹൈബ്രിഡ് അല്ല, പക്ഷെ നല്ലതാണ്. ഇതെൻ്റെ കുറ്റിപ്പയറാണ്. ഇത് ഞാൻ ഫുള്ള് ഗ്രോ ബാഗിലാണ് നട്ടത്. ഇതൊരു വെറൈറ്റി ഹൈബ്രിഡ് കുറ്റിപ്പയറാണ്. ഇത് നമുക്ക് ബുഷ് ചെടി പോലെ വരും. ഇത് അല്ലാതെ അതിൻ്റെ ഇടയിൽ കുക്കമ്പറുമുണ്ട്. ബുഷ് ചെടി പോലെ വരും. ഇത് പിന്നെ എൻ്റെ റെയിൻബോ കോൺ ഇന്നത്തെ വിളവെടുപ്പാണ്. ഏകദേശം ഇന്നത്തോടു കൂടി ലാസ്റ്റ് കഴിഞ്ഞു. ഇനി അടുത്ത മാസക്കാര്യം വേറെ നടണം. ഇത് നല്ല റെയിൻബോ കോണാണ്. അപ്പോൾ ലാസ്റ്റ് വിളവെടുപ്പാണ് ഇന്ന്. അപ്പോൾ അതും കൂടി നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. ഇനിയിപ്പോൾ നമുക്കിത് ചീര നാളെ ഫുള്ള് പറിക്കണം. ഫുള്ള് പറിച്ചിട്ട് നാളെ സെയിൽ ചെയ്യണം. വൈകുന്നേരം അങ്ങാടിയിൽ വിറ്റ് കാലിയാക്കണം. എന്നിട്ട് നമുക്ക് പുതിയ ചീര പാകണം. പിന്നെ ഇതിൽ തന്നെ കുക്കുമ്പറും നടണം നമുക്ക് കരുതുന്നത്. അപ്പം ഏകദേശമൊക്കെ എൻ്റെ കൃഷികളൊക്കെ ഇതൊക്കെ തന്നെയാണ്. ചെറിയൊരു സ്ഥലത്താണ് ഇത്രയും കൃഷി ചെയ്യുന്നത്. കാരണം ഞാൻ ചെറുപ്പം മുതലേ ചെറിയ കൃഷികളൊക്കെ ചെയ്തിരുന്നു. ഇപ്പം കുറച്ചൊക്കെ നമ്മളെ പണിക്ക് ഇതിനായിട്ട് മെനക്കെട്ടിട്ട് കാര്യമില്ല. നമ്മൾ പണീൻ്റെ ഇടയിൽ കൂടെ ഒഴിവ് സമയങ്ങളിലും രാവിലെ